പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് വയനാട്ടിലേക്ക്. തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ 3 സീറ്റുകളിലും UDF വിജയിക്കുമെന്ന് ടി സിദ്ദിഖ് MLA 24 പറഞ്ഞു. കഴിഞ്ഞ തവണ മാനന്തവാടി പിടിക്കാനാകാത്തതിൽ വിഷമമേറെയുണ്ടെന്നും ടി സിദ്ദിഖ്. സ്ഥാനാർത്ഥികളെ UDF തീരുമാനിച്ചിട്ടില്ല. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൻ്റെ പ്രോസസ്സിലേക്ക് പാർട്ടി കടക്കുന്നേയുള്ളൂ. ഞങ്ങൾക്ക് വയനാട്ടിലെ 3 മണ്ഡലത്തെ സംബന്ധിച്ചും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. 3 സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കടന്നു പോകുമ്പോൾ അതിൻ്റെ കൂടെ വയനാട്ടിലെ 3 MLA ഉണ്ടാവും. മാനന്തവാടി മണ്ഡലം കൈവിട്ടു പോയതിലുള്ള ദുഃഖവും പ്രയാസവും മാനന്തവാടിയിലെ UDF പ്രവർത്തകന്മാർക്കും പൊതുസമൂഹത്തിനും കൃത്യമായിട്ടുണ്ട്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങൾ വരെ അതിൻ്റെ നേർസാക്ഷ്യമാണ്. വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് കാളിദാസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഗുഡ് മോർണിംഗ്. പറയൂ പ്രസാദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ടി സിദ്ദിഖ് MLA പ്രതികരണം അത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണെന്നുള്ളത് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും. അതായത് വയനാട് ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അപ്പോൾ നിലവിൽ വയനാട് 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 കോൺഗ്രസിന്റെ കയ്യിലാണ്, 1 ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു മണ്ഡലം കൂടി ഇത്തവണ പിടിച്ചെടുക്കാനാകും എന്നുള്ള ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ടി സിദ്ദിഖ് MLA. എന്തായാലും നിലവിലെ സാഹചര്യം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്ര ഇന്നിപ്പോൾ വയനാട്ടിലേക്ക് എത്തുകയാണ്. രാവിലെ 10 മണിയോടെയാണ് മാനന്തവാടിയിൽ ഈ ഒരു യാത്രയ്ക്ക് വയനാട്ടിൽ തുടക്കമാകുന്നത്. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് ബദലായി ഒരു നീക്കം എന്നുള്ള തരത്തിലാണ്, അല്ലെങ്കിൽ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് ബദലായി പുതിയൊരു കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ ഒരു പുതിയ യാത്ര എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം എന്നുള്ളത്. വയനാട് ജില്ലയെ സംബന്ധിച്ച് സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ആദിവാസി മേഖലകളെ സംബന്ധിച്ച് ആദിവാസി സമൂഹത്തെ വലിയ രീതിയിൽ തഴഞ്ഞു എന്നുള്ള തരത്തിലും ആരോപണങ്ങളൊക്കെ ഉയർത്തി വരുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ മാനന്തവാടിയിലേക്ക് എത്തുമ്പോൾ മാനന്തവാടിയിൽ നിലവിൽ ഒരു ഇടത് കോട്ടയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ടി സിദ്ദിഖ് MLA ആത്മവിശ്വാസ പ്രകാരം, അല്ലെങ്കിൽ ടി സിദ്ദിഖ് MLA പ്രതികരണ പ്രകാരം ഈ തിരുനെല്ലി പഞ്ചായത്ത് ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തിരുനെല്ലി പഞ്ചായത്ത് ഒഴിച്ച് ബാക്കിയെല്ലാം UDF-നൊപ്പമാണ്. അപ്പോൾ മാനന്തവാടിയും ഇത്തവണ പിടിച്ചെടുക്കാനാകും. വയനാട്ടിൽ നിന്ന് 3 MLA-മാരും നിയമസഭയിലേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ പുതിയ യാത്രയിലേക്ക് വരികയാണെങ്കിൽ രാവിലെ 10 മണിയോടെ മാനന്തവാടി സെന്റ് ജോസഫ് ആശുപത്രിക്ക് സമീപത്തെ MGT ഗ്രൗണ്ടിലാണ് ഈ ഒരു പുതിയ യാത്രയുടെ ഈ ഒരു ആരംഭം വയനാട്ടിൽ തുടങ്ങുന്നത്. അതിനുശേഷം വൈകിട്ട് 3-ന് ബത്തേരി ചുള്ളിയോട് റോഡിലെ ഗാന്ധി ജംഗ്ഷനിലും 4-ന് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് സ്വീകരണം എന്നുള്ളത്. ജില്ലയിലെ പ്രധാനപ്പെട്ട UDF നേതാക്കളായ CK ജാനു, അതോടൊപ്പം തന്നെ കൽപ്പറ്റ MLA ടി സിദ്ദിഖ്, ഒപ്പം IC ബാലകൃഷ്ണൻ, ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഒക്കെ തന്നെ ഈ പുതിയ യാത്രയുടെ ഭാഗമാകും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും വയനാട്ടിൽ പുതിയ യാത്രയുടെ ഭാഗമാകും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. നമുക്കറിയാം ഇതിനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട്ടിലും നടത്താനിരിക്കുന്നത്. പ്രസാദ് കാളിദാസാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.